ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടപ്പുറത്തേക്കൊക്കെ പോയിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൂവൽ തീരത്തേക്കാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പോയത്. അപ്പോൾ അവിടെ അപകടമൊക്കെ നടന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, കുറേ മുന്നേ പോയി കണ്ടതാണ്. അപ്പോൾ വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടാലോന്ന്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ കാണാൻ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപകടത്തിനൊക്കെ ശേഷം ഇപ്പം ഇങ്ങനെ കുറേശ്ശൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അവിടെ കടകളും അധികം സ്റ്റോളുകളും ഒന്നുമില്ല. കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അത്രയ്ക്ക് മാത്രം കേട്ടോ. വലിയ ആൾക്കൂട്ടം ഇല്ല. അവിടെ കുറച്ച് ആൾക്കാർ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നേരം അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നിന്ന് തിരിഞ്ഞ്, പിന്നെ അവിടെ ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഒരു ഇതൊന്നും ഇല്ല എന്ന് തോന്നിയപ്പോൾ വലിയൊരു ഇതൊന്നും ഇല്ല. ആദ്യത്തെ ആ ഒരു ഇതൊന്നും ഇല്ല കാണാൻ. നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ബോട്ട് അപകടം ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ മരിച്ചതൊക്കെ. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഉണ്ണിയാൽ കടപ്പുറത്തേക്ക് പോവാച്ചിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് തൂവൽ തീരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്നിങ്ങനെ നടന്ന് കുറേശ്ശൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇത് സൺഗ്ലാസ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഞാൻ സൺഗ്ലാസ് വെച്ച് നടക്കാൻ വിചാരിക്കുന്നത്. ഇത് വെയിൽ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് സൺഗ്ലാസ് ആയി മാറില്ല. തണലത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാ ഗ്ലാസ് ആയിട്ടും പോട്ട്. എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണിക്ക് വെളിച്ചം കുത്തുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുള്ളതാണ് ഈ ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫാമിലി, രണ്ടാമത്തെ ആങ്ങളൻ്റെ മക്കളും മരുമോളും പേരക്കുട്ടിയൊക്കെയാണ്. അപ്പോൾ അവരെ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തൂവൽ തീരല്ല കേട്ടോ, ഇത് ഉണ്ണിയാൽ ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോകുന്നു. ഇവിടെ പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മളെ കപ്പിൾസൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കൽ, ഈ റോട്ടിൽ കൂടിയൊക്കെ നടന്നിട്ട്. ഇത് രാവിലെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അധികം എന്താ പറയുക, നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലം എന്നൊക്കെ പറയട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനും ഈ റോട്ടിലൂടെ നടക്കാനൊക്കെ കേട്ടോ. പിന്നെ ഒരുപാട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ കണ്ടില്ല, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം പോയിട്ട് പിന്നെ ഇവിടെയാണ് കേട്ടോ ചിലവഴിച്ചത്. തൂവൽ തീരത്തുനിന്ന് വേഗം തന്നെ പോന്നു. അങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് പോകാനേ തോന്നൂല കേട്ടോ. എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആ കല്ലിൻ്റെ പടിയിലും കൽക്കെട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടെ ഈ റോഡൊക്കെ പുതുതായി കുറച്ചായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. ആദ്യം ഇവിടെ റോഡൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നതാണ്. കുറച്ച് ആയി വന്നിട്ട്. നല്ല രസമാണ്. ഇപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ അതാ ഞങ്ങൾ വന്നതിന് ശേഷം ഫസ്റ്റ് ഐസ്ക്രീം, പിന്നെ അതിൻ്റെ ശേഷം കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ. അതിനൊക്കെയാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഈ കടപ്പുറത്തേക്കൊക്കെ മണ്ടണത്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ പൈനാപ്പിളും ഉണ്ട്, മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളിതാ ചരണ്ടേസ് ഭയങ്കര കഴിക്കലാണ് കേട്ടോ. നല്ല രസമുള്ളൊരു നല്ലൊരു വൈബുള്ളൊരു വൈകുന്നേരമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ഇതാക്കിയൊക്കെ ഇരിക്കണ നേരത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി ഒന്ന് ചിലവഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നമ്മളെ മൈൻഡ് ഒന്ന് നല്ല ഫ്രീ ആവും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇരിക്കാന്നുള്ളൊരു മനസ്സുള്ള ഒരാളാണ് ഈ ടെൻഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളത്തേക്കൊക്കെ ഇറങ്ങി. ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. എന്തോ വെള്ളത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നനഞ്ഞ് കളിച്ച് കുളിച്ച് കയറുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇന്നെന്തോ എനിക്ക് വെള്ളത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോക്ക് ക്ലാരിറ്റി എന്താ പറയുക, ക്ലിയർ കുറവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്താ വെച്ചാൽ നമ്മളെ ഫോണ് അത്രയ്ക്ക് നല്ല അടിപൊളി സൂപ്പർ ഫോണാണ്. അതുകൊണ്ട് 3-4 ദിവസം ഫോണ് പണി മുടക്കിയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണാത്തവരൊക്കെയാണ്, പുതുതായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ അത് നല്ലതായാലും ചീത്തതായാലും ഒക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ വെള്ളത്തിൽ. മക്കളൊന്നും പോരുന്നില്ല. അപ്പോൾ ഇത്രത്തേനുള്ളൂ. അസ്സലാമു അലൈക്കും.